ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ നവീകരിച്ച കമ്പ്യൂട്ടറൈസ്ഡ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ഉദ്ഘാടനം മന്ത്രി സജിത് ചെറിയാൻ നിർവഹിച്ചു. ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ നവീകരിച്ച കമ്പ്യൂട്ടറൈസ്ഡ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ഉദ്ഘാടനം മന്ത്രി സജിത് ചെറിയാൻ നിർവഹിച്ചു. ലോക നിലവാരത്തിൽ ഉള്ള ഒരു കായിക ഇനം നിലയിൽ ഒളിമ്പിക്സിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന അത്യപൂർവങ്ങൾ എന്ന് പറയാം. കേരളത്തിൽ ഇത്രയും സ്റ്റാൻഡേർഡായിട്ടുള്ള ക്ലബ്ബുകളോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സെൻറ്റേഴ്സ് കാണത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു റൈഫിൾ ക്ലബ്ബിലേക്ക് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഈ റൈഫിൾ ക്ലബ്ബിൽ എത്തിക്കാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ധാരാളം ആളുകൾ ഇനി ഇവിടെ പ്രാക്ടീസിനെത്തും. ഒരുപാട് ആളുകൾക്ക് ഭാവിയിൽ അന്താരാഷ്ട്ര ദേശീയ തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഞാൻ കാണുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് നവീകരിച്ച് ഇന്നിപ്പോൾ ഇത് നമ്മളുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ കിരൺ പറഞ്ഞ പോലെ ഒരു ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഇലക്ട്രോണിക് സിസ്റ്റം ഒരു ടാർഗറ്റാണ് ഇപ്പോൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉള്ള ഒരു കോച്ചിനെയും ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുന്നു. ആ നിലയിൽ ഒരു മികച്ച സ്ഥാപനമായി മാറിയിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോച്ചുകളും അതുപോലെ തന്നെ പ്രാക്ടീസും അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് വളരെ വലിയൊരു നേട്ടമാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെ നമുക്ക് ഒരുപാട് കായിക താരങ്ങളെ നമുക്ക് ലോക നിലവാരത്തിൽ എത്തിക്കാൻ കഴിയും. ഈ ജില്ലയ്ക്കൊരു പ്രത്യേകതയോടെ പറഞ്ഞാൽ അവസാനിക്കും. ഈ ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് നീന്തൽ താരങ്ങളുടെ ജില്ലയാണ്. ഒരു ഘട്ടത്തിൽ ധാരാളം ആളുകൾ നമ്മുടെ ജില്ലയിൽ നിന്നാണ് സ്റ്റേറ്റിൻ്റെ ടീമിലേക്ക് നാഷണൽ ടീമിലേക്ക് പോയത്. പക്ഷേ പിന്നീട് എല്ലാവരും ആലപ്പുഴ ജില്ല വിട്ടു. ഒരുപാട് നാഷണൽ പ്ലേയേഴ്സ് ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പോയ നമ്മുടെ ഒരുപാട് പ്ലേയേഴ്സ് പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിൽ നിന്നുള്ള നല്ല ഒരുപാട് മികച്ച കായിക താരങ്ങൾ നമ്മുടെ ജില്ലയിൽ നിന്ന് പോയി മറ്റ് ജില്ലകളിലേക്ക് ചേർക്കുകയും അവരുടെ ആളുകളായി അവർ സ്വീകരിച്ച് അവർ പിന്നീട് രാജ്യത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ജില്ലയ്ക്ക് അവരെ കൊണ്ട് പിന്നീട് യാതൊരു പ്രയോജനമുണ്ടായി. ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലാണ് ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ നവീകരിച്ച കമ്പ്യൂട്ടറൈസ്ഡ് ഷൂട്ടിംഗ് റേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. റൈഫിൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അലക്സ് വർഗീസ്, അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MP മോഹനേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി കിരൺ മാർഷൽ എന്നിവർ പങ്കെടുത്തു. അതിൽ മാക്സിമം ഏജ് വെച്ചിരിക്കുന്ന 30 വയസ്സ്. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ SPG പിന്നെ സ്ഥലം അത്രയ്ക്കും ഒരു അജൈൽ മൂവ്മെൻറ്റുള്ള സമയത്താണ് ഇത് നിൽക്കുന്നത്. ഇത് പറയാൻ കാരണം SPGക്ക് ഇതേമാതിരി ഷൂട്ടിംഗ് പ്രാക്ടീസിന് പ്രത്യേകിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ വന്നിരിക്കുമ്പോൾ ഈ സ്ഥലം ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് ഷോർട്ട് നോട്ടിൽ സ്നാപ്പ് ഷൂട്ടിംഗ്, ഷോർട്ട് ഫിഗേഴ്സ്, ഷോർട്ട് ടൈം, മൂവിങ് ഫിഗേഴ്സ്, പിന്നെ എയിമില്ലാതെ ജസ്റ്റ് സെൻസ് ഓഫ് ഡയറക്ഷനുള്ള ഫയറിങ്. ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മെല്ലെ ആ ലെവലിലേക്ക് ഉയരണം. നമുക്ക് ഇത്രമാത്രം മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹയർ ലെവലിലൊക്കെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ഇവിടുത്തെ ഈ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അതിലേക്ക് കോച്ച് ചെയ്തിട്ട് പറഞ്ഞ മാതിരി നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള നമുക്ക് ഷൂട്ടേഴ്സിനെ കണ്ടെത്തി